നമ്മുടെ കൂട്ടത്തിൽ മാമ്പഴം ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും അല്ലേ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ മാങ്ങയാണ് കേട്ടോ. ഇത് പഴുത്തതിന് ശേഷം പറിച്ചെടുക്കുമ്പോഴത്തേക്കിനും കൊഴിഞ്ഞു വീണ് കിട്ടുന്നതിനകത്തൊക്കെ നിറച്ചും പുഴുവായിരിക്കും. അതുകൊണ്ട് തന്നെ മാങ്ങ അത്യാവശ്യം മൂപ്പായ സമയത്ത് തന്നെ നമ്മളത് ഫുള്ള് പറിച്ചെടുത്തു. എന്നിട്ട് നമ്മളത് വീട്ടിൽ വെച്ച് തന്നെ പഴുപ്പിച്ചെടുത്ത മാങ്ങയാണ്. ഇതെങ്ങനെയാണ്, നമുക്ക് ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പഴുപ്പിച്ചെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കൊന്നയിലൊക്കെ വെച്ചിട്ട് നമ്മൾ പഴുപ്പിച്ചെടുത്ത വീഡിയോ ഉണ്ട്. ഇതപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓവർ പഴുപ്പായിട്ടില്ല, എങ്കിലും നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇതിൻ്റെ തൊലി വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല കട്ടിയുള്ള തൊലിയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ തൊലി കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാങ്ങാപ്പഴമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഈ ചൂട് സീസണിൽ നമുക്കിങ്ങനെ വീട്ടിലുണ്ടായ മാങ്ങാപ്പഴം കഴിക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന മാങ്ങ എന്ന് പറയുമ്പോഴത്തേക്കിനും നന്നായിട്ട് പഴുക്കാത്തോ വാടിപ്പഴുത്ത മാങ്ങയൊക്കെ ആയിരിക്കില്ലേ നമുക്ക് കൂടുതലും കിട്ടുന്നത്. ഇത് നല്ല ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴത്തേനും നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ.